ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധനയുള്ള ബന്ധത്തിൽ ഇന്ന് സങ്കീർത്തനം 34 നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 34 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം നമുക്ക് ആദ്യമായിട്ട് വായിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. നമുക്ക് ഏവർക്കും അറിയാം, ഇതിൻ്റെ തലക്കെട്ടിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്. ഈ ഒരു പാട്ട് പാടുവാൻ തക്കോണം എന്താണ് പശ്ചാത്തലം എന്നുള്ളത് ഇതിൻ്റെ തലക്കെട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയും. അതായത് ദാവീദ് അബീമേലെക്കിൻ്റെ മുൻപിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു പാട്ട് എന്നാണ് നമുക്കിവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്. അതായത് ഗുഹയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. ഇവിടെ 1 മുതൽ 1, 2 വേദഭാഗങ്ങൾ പറയുന്നത് എപ്പോഴും ദൈവത്തെ സ്തുതിക്കും എന്നാണ്. എപ്പോഴും സ്തുതിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കും എന്നാണ് ഇവിടെ ദാവീദ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമുക്കറിയാം, ഈ ഒരു സാഹചര്യത്തിൽ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വാസ്തവത്തിൽ ഈ സമയത്ത് ഇങ്ങനെ 2 ശത്രുക്കളുടെ ഇടയിലാണിപ്പോൾ ദാവീദ്. ശൗൽ രാജാവിൻ്റെയും അതുപോലെ തന്നെ ആഖീശിനും രാജാവായിരിക്കുന്ന ആഖീശിൻ്റെ 2 രാജാക്കന്മാർ ശത്രുക്കളായിട്ടുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് തനിക്ക് എങ്ങനെ സ്തുതിക്കുവാൻ തക്കവണ്ണം കഴിയും, പ്രാർത്ഥിപ്പാൻ കഴിയും. നമ്മളെല്ലാവരും ഈ ഒരു ഇങ്ങനെയുള്ളതായിരിക്കുന്ന സാഹചര്യം വരുമ്പോൾ നാം പലപ്പോഴും പ്രാർത്ഥിക്കുക ചെയ്യുന്നത്, കർത്താവേ എനിക്കൊരു വിടുതൽ തരണം, എന്നെ വിടുവിക്കണം, എനിക്ക് ഇതിൽ നിന്ന് ഒരു രക്ഷ തരണം എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം കഴിയും? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് 1 വാക്യത്തിൽ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഞാനൊരു ഗുഹയിലായിരിക്കുന്നു, എൻ്റെ ചുറ്റുപാടും ശത്രുക്കളാണ്, എന്നെ ഏത് സമയത്തും അപായപ്പെടുത്തുവാൻ തക്കൊണ്ട് ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. എങ്കിലും എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രിയരെ, ഇതാകുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. പ്രാർത്ഥിപ്പാൻ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുന്നത് സാധാരണമാണ്. എന്നാൽ അങ്ങനെയുള്ളതായിരിക്കുന്ന വേദനയുടെ തീച്ചൂളയിൽ കൂടി കടന്നു പോകുന്നതായിരിക്കുന്ന സമയത്ത്, അല്ല ശത്രുക്കൾ നമ്മുടെ ചുറ്റുപാടുമായിരിക്കുമ്പോൾ നമ്മെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്ത നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ നമുക്കെതിരെ കടന്നു വരുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അത് സാധിക്കണം. അതാണ് ദാവീദ് സങ്കീർത്തനക്കാരൻ്റെ ഈ 1 വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ 8 വാക്യത്തിൽ പറയുന്നത്, യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ. ദൈവത്തെ രുചിച്ചറിവാൻ തക്കവണ്ണം ഉള്ളതായിരിക്കുന്ന ആ ഒരു അവസ്ഥ ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ് ദൈവം എത്ര നല്ലവനാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാൻ തക്കവണ്ണം കഴിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ 4 വാക്യത്തിൽ പറയുന്നുണ്ട്. 34 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യത്തിൽ, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ആരിൽ നിന്നുള്ള ഭയമായിരുന്നു? നമുക്കറിയാം, ഈ ശൗൽ രാജാവിൻ്റെ നിന്നും ആഖീശ് രാജാവിൽ നിന്നും തനിക്ക് ആ ഒരു ഭയം തന്നെ വളരെ പിന്മാറ്റ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. അവൻ എനിക്ക് വ്യാജം പറയേണ്ടതായിട്ട് വന്നു. ഇതൊക്കെ ശരിയാണ്. എന്നാൽ ആ സമയത്തും വലിയവനായിരിക്കുന്ന ദൈവം താൻ പറയാണ്, തൻ്റെ അനുഭവത്തിൽ കൂടി പറയാണ്, വലിയവനായിരിക്കുന്ന ദൈവമാണ് ആ ഒരു സമയത്ത് എന്നോട് കൂടെ ഉണ്ടായിരുന്നത് എന്ന് താൻ പറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. 3-ന്റെ 7 വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവദൂതന്മാരുടെ സാന്നിധ്യം തനിക്ക് രുചിച്ചറിയുവാൻ കഴിഞ്ഞു
എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ ഗുണം കഴിയുന്നു. അതുമാത്രമല്ല, എൻ്റെ 1-ാം വാക്യത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് 1-ാം വാക്യം വായിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. നാവിന്മേൽ ഇരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ളത് പോരാ. ഹൃദയത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ തന്നെയും അത് നാവിൽ കൂടി അത് പുറത്തു വരണം. അതാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ നാവ് കൊണ്ട് സ്തുതിക്കും. സ്തുതിക്കാതിരിക്കുവാൻ കഴിയില്ല. എന്നെ വിടുവിച്ചതായിരിക്കുന്ന വിടുതൽ അതെൻ്റെ ഹൃദയത്തിലുണ്ട്, എനിക്കറിയാം. അത് പോരാ. ഇവിടെ പറയുന്നത് അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. വലിയവനായിരിക്കുന്ന ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ അവന് പോയതായിരിക്കുന്ന പാതയിൽ അവനെ രക്ഷിച്ചു എന്നുള്ളത് തൻ്റെ അനുഭവത്തിൽ കൂടി താൻ പറയുകയും ആ വലിയവനായിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ ഗുണം കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ ഗുണം കഴിയുന്നത് ഇതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ ഇതൊരു മശീഹ സങ്കീർത്തനമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ ഗുണം കഴിയുന്നുണ്ട്. അവൻ്റെ അസ്ഥികളെ അവൻ എല്ലാം സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒളിഞ്ഞു പോവുകയില്ല. ഇത് 20-ാം വാക്യത്തിൽ പറയുന്നത് ഒരു പ്രവചന രൂപേണ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ രംഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ നമ്മൾ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നത്, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയിലുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരും. മാത്രമല്ല, മക്കളോടായിട്ട് പറയാൻ ഒരു ഉപദേശമുണ്ട്. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക. കാരണം തനിക്ക് അനുഭവത്തിൽ തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് വ്യാജം പറഞ്ഞ ഒരവസ്ഥ നമുക്കറിയാം. 1 ശമൂവേൽ 21-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ 1 ശമൂവേൽ 22-18 വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ ഗുണം കഴിയുന്നുണ്ട്. താൻ വലിയൊരു വ്യാജം പറഞ്ഞു. അന്ന് അനേക പുരോഹിതന്മാർക്ക് മരണത്തിന് കീഴ്പ്പെടേണ്ടതായിട്ട് വന്നു. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട്? ഒരു വ്യാജം പറഞ്ഞതുകൊണ്ട്. ഇന്ന് താൻ പശ്ചാത്തപിക്കുന്ന ഒരവസ്ഥയാണ്. മക്കളെ, നിങ്ങൾ വ്യാജം പറയരുത്, വ്യാജം പറയാതെ എൻ്റെ അതിരത്തെ സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ള ഒരു ഉപദേശം കൂടി ഇവിടെ ദാവീദ് തൻ്റെ ഇസ്രായേൽ മക്കളോട് ബന്ധത്തിൽ പറയുന്നു. അത് ഇന്ന് നമ്മോടും താൻ പറയുന്നൊരു വസ്തുതയാണ്. ഇത് മാത്രമല്ല, ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്ക് 17-ാം വാക്യം കൂടി അല്പം ചില ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഞാനിതിൽ നിന്നും വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 17-ാം വാക്യത്തിൽ, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഇവിടെ നാം കാണുന്നത് നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. അങ്ങനെ നീതിമാന്മാർ മാത്രമല്ല, നമുക്കറിയാം എത്രയോ ദൈവഭക്തന്മാർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഒക്കെ ദൈവം കേട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവം ചില സമയത്ത് അല്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ നോ എന്ന് പറഞ്ഞു കാണും. എന്നാൽ ഒരിക്കലും കേൾക്കാതെ ഇരുന്നിട്ടില്ല. നീതിമാന്മാർ, ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവം കേൾക്കാത്ത പ്രാർത്ഥന ഒരാളുടെ ഉണ്ട്. അത് ഈ സമയത്ത് ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ ആ വിഷയത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. 22-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്, എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്, എന്നെ കൈവിട്ടതെന്ത്. പ്രാർത്ഥന ആ സമയത്ത് കേട്ടില്ല. അതേ, പ്രാർത്ഥന കേൾക്കാത്തതിനൊരു കാരണമുണ്ട്. സ്വന്തം പുത്രനാണ് ഇവിടെ നിലവിളിക്കുന്നത്. ആ നിലവിളിക്ക് പിതാവാം ദൈവം ചെവി കൊടുത്തില്ല. എന്നാൽ ഇവിടെ നാം കാണുന്നത് 34-ാം വാക്യത്തിൽ, ദാവീദ് നിലവിളിച്ചു, ആ സമയത്ത് യഹോവ കേട്ടു. ദാവീദ് നിലവിളിച്ചപ്പോൾ, അല്ല നീതിമാന്മാർ നിലവിളിച്ചപ്പോൾ, ദൈവഭക്തന്മാർ നിലവിളിച്ചപ്പോൾ ദൈവം കേട്ടു. എന്നാൽ പിതാവാൻ ദൈവം കേൾക്കാത്തൊരു നിലവിളിയാണ് 22-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുതന്നെയാണ് സങ്കീർത്തനം 69-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ, ദൈവമേ എന്നെ രക്ഷിക്കണമേ. അത് ക്രൂശിലെ അനേക കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് കാണുവാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, യഹോവേ എന്നെ രക്ഷിക്കണമേ. എന്നാൽ ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്തുകൊണ്ട് കേട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ വലിയ പദവിയിലേക്ക് ദൈവം നമ്മെ വിളിച്ച് ചേർത്തിരിക്കുക കാരണം അതുതന്നെയാണ്. അന്ന് ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടിരുന്നുവെങ്കിൽ നീതിമാന്മാരുടെ നിലവിളി കേട്ടു. എന്നാൽ
കർത്താവ് തൻ്റെ സ്വന്തം പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തത് കൊണ്ടാണല്ലോ നാം ഇന്നിവിടെ കൂടി വരുന്നത്. ഇന്ന് നാം ദൈവത്തെ ആരാധിപ്പാൻ കൊണ്ട് കാരണമായി തീർന്നത് അന്ന് അവിടുന്ന് നിലവിളി കേൾക്കാതിരുന്നതാണല്ലോ. അതുമാത്രമല്ല, അതിനോടുള്ള ബന്ധത്തിൽ ഒരു ഭാഗം കൂടി അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 17-ാം വാക്യത്തിൽ തന്നെയാണ്, 18-ാം വാക്യത്തിലാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. എവിടെയെല്ലാം ഹൃദയം നുറുക്കം ഉണ്ടായിട്ടുണ്ടോ അവിടെ വലിയവനായിരിക്കും ദൈവം, പിതാവാം ദൈവം സമീപസ്ഥനായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ 22-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം കാണുന്നത്, എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്ന എന്ത്? അതെ, ഇവിടെ ഹൃദയനുറുക്കം വന്നു. ആ സമയത്ത് കർത്താവ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ നിന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിക്കുമ്പോൾ ആ നിലവിളിക്ക് പിതാവാൻ ദൈവം ഉത്തരം കൊടുത്തില്ല എന്ന് മാത്രമല്ല, തൻ്റെ ആ ഞരക്കത്തിൻ്റെ സമയത്ത് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത് നിൽക്കേണ്ടതായിരിക്കുന്ന പിതാവ് ഇവിടെ ചോദിക്കുകയാണ്, നീ അകന്ന് നിൽക്കുന്നത് എന്ത്? അകന്ന് നിന്നായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. എന്തിനു വേണ്ടിയായിരുന്നു? ഇവിടെ പറയുന്നുണ്ടല്ലോ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ട്, അകന്നുപോയ നമ്മെ പിതാവായിരിക്കുന്ന ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനായിട്ട് ഒരിക്കൽ 22-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്, എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ അകന്നു നിന്നു. ഈ സ്ഥാനത്ത്, ഈ സമയത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം എത്ര ഭാഗ്യമുള്ളവരാണ്. നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൈവത്തെ സന്നിധിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് തൻ്റെ ഓമനകുമാരനായിരിക്കുന്ന ഏകജാതനായിരിക്കുന്ന പുത്രനിൽ നിന്നും ദൈവത്തിന് അകലേണ്ടതായിട്ട് വന്നു, അകന്നു നിൽക്കേണ്ടതായിട്ട് വന്നു, തൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കേണ്ടതായിട്ട് വന്നു. എന്തിനു വേണ്ടി? നമ്മെ രക്ഷിക്കുവാൻ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നമ്മെ ദൈവ മക്കളാക്കി തീർക്കുവാൻ, നമുക്ക് കൂടുതൽ ആ ദൈവമായിട്ട് അടുത്ത് ജീവിക്കുവാൻ ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു സമ്പർക്കം തരുവാൻ വേണ്ടി അവിടുന്ന് എല്ലാം സഹിച്ചു. നമുക്ക് ആ ദൈവത്തെ ഇത് രാവിലെ സമയത്ത് സ്തുതിക്കാം. ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദാവീദിൻ്റെ സ്ഥിതിയിൽ നമുക്കറിയാം, എത്രയോ ഭയത്തിൻ്റെതായിരിക്കുന്ന വേളയിൽ കൂടി കടന്നുപോയിരിക്കുന്ന ദാവീദ്, ഗോലിയാത്തിനെ തകർത്തത് ദാവീദാണ്. എന്നാൽ ആ ദാവീദ് ഭയത്തോടുകൂടി മുറിമ്പോട്ട് പോകുമ്പോൾ ഒരു പക്ഷെങ്കിൽ ദാവീദ് ചിന്തിച്ചു കാണും, ഗോലിയാത്തിനെ കൊന്നു, ഇനി എനിക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മനുഷ്യരുടെ മുൻപാകെ ആ ദാവീദ് ഭയത്തോടും വിറയലോടും കൂടി ജീവിക്കുന്ന സമയത്ത് തനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവമല്ലാതെ ആരും എൻ്റെ ഭയത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ കഴിയയില്ല. പ്രിയരെ, നമ്മുടെ ഭയത്തിൽ നിന്നും ഈ ഒരു വലിയ പദവിയിലേക്ക് എത്തിക്കുവാൻ തക്കണം നമ്മുടെ കർത്താവിന് നമ്മോട് ദയ തോന്നി. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. നമ്മുടെ കർത്താവ് നമ്മെ ഈ വലിയ പദവി നമ്മെ മുൻപോട്ട് നയിക്കുന്നു. ഈ കർത്താവിനെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. നമ്മുടെ നിലവിളി കേൾക്കുവാൻ, നമ്മെ രക്ഷയിലേക്ക് നടത്തുവാൻ തക്കണം. ഒരിക്കൽ നമ്മുടെ കർത്താവിൻ്റെ നിലവിളി താൻ കേട്ടില്ല. നമ്മെ യഹോവയുടെ അടുത്തേക്ക് ഇന്ന് ദേവാലയത്തിൽ കടന്നു വന്ന് ഈ പരിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ തക്കണം, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കണം ഇടയായതിന് കാരണം 22-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അവൻ ഞരങ്ങി, അവൻ ഹൃദയ ദുർഗത്തോടു കൂടി ഇരുന്നപ്പോൾ ദൈവം അകന്നു നിൽക്കുന്നൊരവസ്ഥ. ഈ ചിന്തകൾ നമ്മെ ഭരിക്കട്ടെ. നാം ആരാധിക്കുമ്പോൾ ഈ ചിന്തകൾ ഭരിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.